ഹായ് ഗൈസ്, ഈ പുഴയും കടന്ന് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരവിന്ദന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം കടന്നുകൂടിയിട്ടുണ്ട്. പഴയ ആ ഉഷാറൊന്നും കാണാനില്ല. വിനീതിനോട് ഈ വീടിനെയും വീട്ടിലുള്ളവരെയും നീ എപ്പോഴും പഴയ പോലെ തന്നെ സ്നേഹിക്കണം, എപ്പോഴും അവർക്കൊരു താങ്ങായി നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വിനീത് പറയുന്നത്, ഉറപ്പായും ഈ വീട്ടിൽ ആരെങ്കിലും വിനീത് എന്നൊരു പേര് വിളിച്ചാൽ ആ സമയം ഞാൻ എവിടെയാണെങ്കിലും ഓടിയെത്തിയിരിക്കും. വേറൊരിടവും വേറൊരാളുമായിട്ട് എനിക്ക് ഒരു അടുപ്പവുമില്ല, അതിനി ഉണ്ടാവണമെന്നുമില്ല എന്ന് പറയുന്നുണ്ട് വിനീതും. ഇത് പറഞ്ഞു പോകുമ്പോൾ വീഴാൻ പോകുന്ന അരവിന്ദനെ വിനീത് താങ്ങി പിടിക്കുന്നുണ്ട്. പിന്നീട് ഗംഗയുടെ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. ഗംഗ സാരിയൊക്കെ ഉടുത്ത് ജിമിക്കിയും കമ്മലും ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ട്. അന്നേരം നവീൻ പറയുന്നത്, കാമുകിയുടെ നിശ്ചയത്തിന് ഇങ്ങനെ വൈബായി നിൽക്കാൻ നിന്നെപ്പോലെ എത്ര പേർക്ക് ഭാഗ്യമുണ്ടാകും എന്ന് ചോദിക്കുമ്പോൾ വിനീത് സന്തോഷം അഭിനയിച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നത്, അതൊക്കെ ഒരു മൂടാളിയാ എന്ന്. പിന്നീട് വിഷമം ഉള്ളിൽ ഒതുക്കി നടക്കുന്ന വിനീതിനെ കാണിക്കുന്നുണ്ട്. അന്നേരം മനസ്സിന് സുഖമില്ലാത്തത് കാരണമാകാം അരവിന്ദൻ ബെഡിൽ കിടക്കുകയായിരുന്നു. നിള അച്ഛനെ കാണാത്തത് കാരണം അച്ഛൻ റൂമിൽ വന്ന് അച്ഛനെ കുലുക്കി വിളിക്കുന്നുണ്ട്. അച്ഛൻ അനങ്ങാതെ ഇരിക്കുന്നത് കണ്ട് നില ഉറക്കെ അച്ഛാ അച്ഛാ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ട് കാവേരിയും ശാരദയും വിനീതും നവീനും ഒക്കെ ഓടി വരുന്നു. അരവിന്ദനെ കുലുക്കി വിളിച്ചിട്ടും ഒന്നും അറിയാതെ കിടക്കുന്നത് കണ്ട് എല്ലാവരും പൊട്ടിക്കരയുന്നു. ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂവായി കാണിച്ചത്. പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കുക. മറ്റൊരു എപ്പിസോഡിൻ്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.